ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊടിപാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ചില ആൾക്കാർ വിശ്വസിക്കുന്നറിയോ, പണ്ഡിറ്റിനെ തെറി വിളിക്കുന്ന ആൾക്കാരുടെ വരുമാനവും പണ്ഡിറ്റിനായിരിക്കും കിട്ടുക എന്ന് പറയുന്ന ചില ആൾക്കാർ പറയുന്നുണ്ട്. ഗൂഗിളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? സാർ അതിപ്പോ സന്തോഷ് പണ്ഡിറ്റിന്റെ ചിലപ്പോ സാറിനും തെറി കേൾക്കുന്നുണ്ടാവും. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് താരം എങ്ങനെയിരിക്കുന്ന ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ബിഗ് ബോസിന്റെ നന്നായി ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. ബിഗ് ബോസ് കൊണ്ട് യൂട്യൂബിന് ഗുണമുണ്ടായി, യൂട്യൂബിന്റെ ബിഗ് ബോസിന് ഗുണമുണ്ടായി. ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞപ്പോ യൂട്യൂബ് ഒന്ന് താഴെ ചെയ്ത് ആണോ? എന്ത് പറ്റി? അവർ നമ്മളെ കാണിക്കുന്ന രീതി വെച്ചിട്ടാണല്ലോ നാട്ടുകാർ. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഏത് സമയത്ത് കൃത്യമായിട്ട് TV ഓഫ് ചെയ്യണമെന്ന് ആ പ്രോഗ്രാമിനോട് ഞങ്ങൾ മലയാളികൾ പഠിച്ചോ? നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. സന്തോഷ് ജി എപ്പോ വന്നാലും പറയുന്നതാ, ഇത് ന്യൂസ് ഇടുന്നതിനാ, ഇത് പോപ്പുലാരിറ്റി കൊണ്ടുവരുന്നതിനാ. സന്തോഷ് ജി എങ്ങനെ പോപ്പുലർ ആയ? സന്തോഷ് പോപ്പുലർ ആയത് എങ്ങനെ? സോഷ്യൽ മീഡിയയില് സന്തോഷ് ജിയുടെ സന്തോഷ് ജി കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ്. അപ്പൊ നീ എനിക്ക് പുല്ല് വിലയിലൂടെ തരുന്നത്? പുല്ല് വില. ഒരു മിനിറ്റ്, സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു. സോങ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു പൊട്ടൽ എടുത്ത് പറഞ്ഞില്ല. അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കഴിവുകളോ എന്താണോ അത്. പക്ഷെ എന്താ പറയാ, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന മെത്തേഡ് മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കുന്നില്ല. ഗാലറി നമുക്ക് എതിരാണല്ലോടാവേ. മറ്റൊരു വ്യക്തിയുടെ അവകാശത്തെയോ അവരുടെ അഭിമാനത്തെയോ ക്ഷതം വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അവഹേളിച്ചിട്ടില്ല. അതെ, ഇതാണ് പറയുന്നത്. എന്നെ വിശ്വസിക്കാൻ, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. എന്ന് ഇവർ നിർത്തുന്നു അന്ന് ഇദ്ദേഹം പണി നിർത്തും. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. സ്വന്തമായിട്ട് മൂന്നാംകിട ചാനലിന് മറ്റുള്ളവർ വേണം. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ XY വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരം അവന്റെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലെ അവന്റെ മോശത്തെ ഇത് ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റ് പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം, സ്വന്തമായ മ്യൂസിക് ആയാലും ഇത് ചെയ്ത് അത് കൃത്യമായി എല്ലാം നോക്കി അറിയാൻ പറ്റും. 57 ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട്. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഇവർ ഈ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന് കോമാളിത്തരം പ്രശ്നമായി. കോമാളിത്തരം മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? നല്ല കാര്യമാണ് കോമാളിത്തരം. കോമാളിത്തരം മോശമായി സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഈ വ്യക്തി ഇപ്പൊ കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ. അങ്ങനെ ഹത്യ ചെയ്ത സായിയെ അതേ നാണയത്തിൽ തന്നെ സാർ കൊടുത്താ കൊല്ലത്ത് ന്യായമാണോ ഇത്? നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചോണ്ടാലും സായിയോട് സായി എന്റെ കോമാളിത്തരം നിന്റെ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. പൊട്ടനും പോയി പണ്ടനും പോയി പോട്ടും കിട്ടി. അയലേസാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.